ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാളെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിൽ സംസാരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കമ്പളക്കാട് ചേരുന്ന കോർണർ മീറ്റിങ്ങിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം 2 മണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ എടക്കരയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലും അതിനുശേഷം നടക്കുന്ന പബ്ലിക് മീറ്റിങ്ങിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. എടക്കര മീറ്റിങ്ങിന് ശേഷം 3 മണിക്ക് വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ വണ്ടൂരിൽ തന്നെ 3 മണിക്ക് കോർണർ മീറ്റിങ്ങിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും. രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസ്താവന വളരെ പ്രകടമായി തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞു, മുസ്ലിം സമുദായത്തിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. രാജ്യത്തുടനീളം ഇന്ന് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളും രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു മതനിരപേക്ഷ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണ്, പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരായി പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ UDF-ന്റെ പ്രവർത്തകരും ആ പരാതിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അയക്കും. ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാ രീതിയിലും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട പ്രധാനമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഏത് രീതിയിലായും വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് ജയിക്കാൻ കഴിയുമോ എന്നുള്ള അവസാനവട്ട ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഇന്ത്യയുടെ ചരിത്രത്തിൽ കടുത്ത RSSകാർ പോലും നടത്താത്ത ഒരു പരാമർശം ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006 ദേശീയ കൗൺസിൽ നടത്തിയ വളരെ വ്യക്തമായ ഒരു പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ആ പ്രസംഗം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ വളച്ചൊടിക്കേണ്ടതല്ല, ഏറ്റവും നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകളും കുട്ടികളും, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സാമ്പത്തികമായി സാമൂഹികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറഞ്ഞത്. അതിലെ ഒരു കാര്യം മാത്രം അടർത്തിയെടുത്ത് പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസ്താവന ഇന്ന് വളരെയധികം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യുന്ന ഒന്നാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വിവാദ പ്രസ്താവന. ഒരിക്കലും ഒരു പ്രധാനമന്ത്രി നടത്താൻ പാടില്ലാത്ത പ്രസ്താവന. അത് കേരളത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും. കാരണം കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ്, അത്ര ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വേരോട്ടമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ചയാകും എന്ന് കണ്ട് അത് ആ ഒരു ചർച്ച കോൺഗ്രസിന് അനുകൂലമാകുമോ എന്ന് ഭയപ്പെട്ടാണ് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വിഷയത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് CPM കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ PV അൻവറിനെ പോലെ ഒരു MLA കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ BJPയെയും നരേന്ദ്രമോദിയെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയും CPM രംഗത്ത് വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് അത്തരമൊരു സാഹചര്യം BJPയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ആ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് PV അൻവറിന്റെ പ്രസ്താവനയെ ന്യായീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കാണിക്കുന്നത് PV അൻവർ ഒരു പ്രസ്താവന വെറുതെ നടത്തിയതല്ല,
വലിയ ചർച്ചയാകാൻ പോകുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ ജനവികാരം ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി CPM ബോധപൂർവം ആസൂത്രിതമായി ആലോചിച്ച് അൻവറിനെ കൊണ്ട് പ്രസ്താവന നടത്തിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെതിരെ അൻവറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ DGPക്ക് പരാതി കൊടുക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീമതി ആനി രാജ PV അൻവറും ശ്രീ രാഹുൽ ഗാന്ധിക്ക് നേരെ നടത്തിയ ഈ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ കൂടി UDFന് താല്പര്യമുണ്ട്. മുഖ്യമന്ത്രി ഏതറ്റം വരെ പോകും ചില കാര്യങ്ങൾ എന്നുള്ള തെളിവാണത്. രാഷ്ട്രീയമായ പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള പരാമർശം നടത്തുന്നതിന് മുഖ്യമന്ത്രി ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ഇന്ത്യയിൽ പിണറായി വിജയനെ മാത്രമേ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അദ്ദേഹം ഏറ്റവും PV അൻവറിനെ പോലെ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായത് മാറിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും, സ്വാഭാവികമാണ്. അതിന് ഈ രീതിയിലുള്ള പരാമർശം വ്യക്തിപരമായ പരാമർശമാണ് നടത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെല്ലാം പരാമർശങ്ങൾക്ക് നടത്താം? ഞങ്ങൾ എന്തുകൊണ്ട് അത് നടത്തുന്നില്ല? അപ്പോൾ രാഷ്ട്രീയമായി കാണിക്കേണ്ട ഒരു മര്യാദയും മാന്യതയും ഉണ്ട്. ആ മര്യാദയും മാന്യതയും കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും. അത് മുഖ്യമന്ത്രി പറയുന്ന പോലെ തന്നെ തിരിച്ചു പറയാൻ കഴിയാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിൽ പരസ്പരം കാണിക്കേണ്ട മര്യാദ കാണിക്കുന്നതുകൊണ്ടാണ്. അല്ല മുഖ്യമന്ത്രിക്ക് മാത്രം എന്തും പറയാം, ഇതിന് തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി ആ പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വില കുറഞ്ഞ പ്രതികരണങ്ങളാണ് ഇതൊക്കെ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.